This news is brought to you by സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ശ്രേയസ് കാസർഗോഡ് മേഖല വെളിച്ചന്തോട് യൂണിറ്റിലെ പ്രതീക്ഷ അയൽക്കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണവും ജനപ്രതിനിധിയെ ആദരിക്കലും സംഘടിപ്പിച്ചു. അയൽക്കൂട്ടം പ്രസിഡന്റ് യശോദ PV സ്വാഗതം ആശംസിച്ചു. വെളിച്ചന്തോട് യൂണിറ്റ് CDO ജോയ്സി രാജു അധ്യക്ഷത വഹിച്ചു. കാങ്കോൽ ആലപ്പടമ്പ് പഞ്ചായത്ത് 3-ാം വാർഡ് മെമ്പർ സബിതയെയും സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി ശ്രേഷ്ഠ പുരസ്കാരം നേടിയ അയൽക്കൂട്ടാംഗം KP ഗീതയെയും ചടങ്ങിൽ ആദരിച്ചു. ആദരവിന് സബിതയും KP ഗീതയും നന്ദി രേഖപ്പെടുത്തി. അതേപോലെ പിന്നെ നമുക്കറിയാം, മുഖ്യമന്ത്രിയുടെ അവാർഡ് വരെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലേ? കണ്ടിട്ടില്ല, എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പിന്നെ മുഖ്യമന്ത്രിയുടെ അവാർഡ് പിന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പല സ്ഥലത്തിലും വെച്ചിട്ടും ആദരവ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട വാർഡ് മെമ്പറെ ഈ യോഗത്തിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ അവരുടേതായ കഴിവുകൊണ്ട് തന്നെ ഒരു വ്യക്തി മുദ്ര വഹിച്ച പിന്നെ ഗീതയെയും നമ്മുടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ നമ്മുടെ CDO ചേച്ചിയെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ സൗമ്യനെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ തൊട്ടടുത്ത അയൽക്കൂട്ടത്തിലെ അംഗങ്ങളുടെ വന്നിട്ടുണ്ട്. കീർത്തി അയൽക്കൂട്ടത്തിലെ എല്ലാ മെമ്പർമാരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നമ്മുടെ പ്രതീക്ഷയുടെ അംഗങ്ങളെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ബഹുമാനപ്പെട്ട ജോയ്സി ക്ഷണിക്കുന്നു. ഇന്ന് ലോകത്തിന്റെ ഏത് കോണിലും എവിടൊക്കെ പുരുഷ മേധാവിത്വം ഉണ്ടോ, പുരുഷന്മാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടെന്ന് പണ്ട് കാലത്ത് നമ്മൾ വിശ്വസിച്ചിരുന്ന കുറേ മേഖലകളുണ്ട്. അവിടെയൊക്കെ ഇന്ന് സ്ത്രീ അതിനെല്ലാം കീഴടക്കിയിട്ടുണ്ട്. കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പം എന്താണ്, ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ പ്രോത്സാഹനം കൊടുക്കുക. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പോകുമ്പോഴാണ് പണ്ട് നമ്മൾ ആ ബസ്സിലുള്ള ഒരു അനുഭവം കണ്ടത്. ഒരു മനുഷ്യൻ ആത്മഹത്യ ചെയ്തു അല്ലേ? പറയുമ്പോൾ നമ്മളെല്ലാം പറയണം, അവിടെയും ഒരു സ്ത്രീയാണല്ലേ ആ ആത്മഹത്യക്ക് പിന്നിൽ. അപ്പം ഞാൻ പറയുന്നത്, ഏതിലും ഒരു അമ്മ ഇല്ലേ, പറയല്ലേ പണ്ട് ഒരമ്മ മരിച്ചാലും അതിനെന്തുണ്ട്, 2 വശങ്ങളുണ്ട്. അല്ല, അമ്മ ഒരു ആത്മഹത്യ ചെയ്തു, അപ്പം ആ പകുതി ആൾക്കാർ പറയും, എന്തു പറയും, ആ അമ്മ അത്രമാത്രം കഷ്ടപ്പാട് അനുഭവിച്ച മക്കളെ കൊണ്ട് അനുഭവിച്ച് ജീവിതം എടുത്തിട്ടാണ്. പക്ഷെ മറ്റൊരു വശത്ത് എന്താ പറയുന്നത്, അതിനെ കുറ്റപ്പെടുത്തി സംസാരിക്കും. അവൾ അങ്ങനെ ചെയ്തില്ലേലേ അതിശയമുള്ളതെന്ന് പറയും. അപ്പം എന്തിനും അഭിപ്രായങ്ങളുണ്ട്. അപ്പം അതിനൊന്നും മുൻഗണന കൊടുക്കാതെ, മറ്റുള്ളവരുടെ വാക്കിന് വില കൊടുക്കാതെ, ഞാൻ എന്താണോ ആവേണ്ടത് എന്ന് ഞാൻ തന്നെ തിരിച്ചറിഞ്ഞ് എൻ്റെ ജീവിതം ഞാൻ കൈകൊള്ളുന്നതാണ് ഒരു സ്ത്രീയാവുന്നത്. എല്ലാവിധ കൺഗ്രാജുലേഷനും ഗീതയ്ക്ക്. അതുപോലെ നിങ്ങൾക്കറിയാം, ഇപ്രാവശ്യത്തെ പിന്നെ ഇലക്ഷൻ്റെ അല്ലേ, നമ്മുടെ പ്രാദേശികമായ എല്ലാ തെരഞ്ഞെടുപ്പുകളും കഴിഞ്ഞ് ഇനി വലിയ തെരഞ്ഞെടുപ്പ് വരുന്നേ ഉള്ളൂ. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ ആൾക്കാരും ആരാണ്? വനിതകളാണ് ഇല്ലേ? അവർക്ക് മുൻപരിചയമുണ്ടോ? ഇങ്ങനെ സംഘടനകളിലൊക്കെ പ്രവർത്തിച്ച് പണ്ട് ഈ ശ്രേയസ് ഇതൊന്നും വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയാൻ പഠിക്കുമോ? ഒന്നും പഠിക്കത്തില്ല. അപ്പോഴാണ് ഒരു സ്വാഗതം പറയുമ്പോൾ ഇവിടെ എന്തെല്ലോ കളിച്ചു കൂട്ടുന്നത്. അപ്പൊ ഞാൻ പറയുന്നത് കണ്ടോ, അവരൊക്കെ എത്തി ഒരു മനുഷ്യന് ആഗ്രഹിച്ചിട്ടല്ല, ആരെങ്കിലും ഒക്കെ പ്രോത്സാഹനം കൊടുത്തിട്ടാണ് ഒരു മെമ്പർ ആക്കുന്നതും. കുഴപ്പമില്ല, ഇതിനെ കൊണ്ട് പറ്റും, ആ ഒരു വിശ്വാസം പകർന്നു കൊടുത്തിട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ ഒരു പിന്നെ മെമ്പർ, ഗ്രാമപഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ പിന്നെ ഞാനൊന്നും സബിതയെ ഓർത്തിട്ട് പോലും ഇല്ല ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുമെന്ന്. അപ്പോൾ ചെറുപ്പം തൊട്ടേ കാണുന്നതുകൊണ്ട്, പക്ഷെ നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല കാര്യങ്ങൾ. അപ്പോൾ അവരൊക്കെ അവരുടെ ആ ഒരു കിട്ടിയ അവസരങ്ങൾ അവസരം മുതലാക്കി എന്ന് പറയുകയാണെങ്കിൽ, അത് അവർ അങ്ങനെ മെമ്പറായി മുതലാക്കിയെന്നല്ല, ആ അവസരത്തെ വളർത്താൻ ഇല്ലേ, വ്യക്തി എന്ന നിലയിൽ വളരാൻ വേണ്ടി ശ്രമിച്ചു. അതാണ് ഞാൻ മുതലാക്കി എന്ന് പറഞ്ഞത്. അപ്പോൾ മറ്റോടത്ത് പോയ വലിയ മുതലൊന്നും ഇല്ല. സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. NABH pre-entry level accredited and ISO certified hospital. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ, കരുവഞ്ചാൽ. ഫോൺ 9400 062 912.